കുറച്ച് ദിവസം ലീവ് കിട്ടിയപ്പോൾ ഏട്ടന്റെ ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഓരോ കാരണത്താൽ അത് നീണ്ടു പോയി എടുക്കാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ ഏട്ടന്റെ ഫോട്ടോസ് എടുക്കാൻ പോകാന്ന് വിചാരിച്ചു. കാരണം നാളെ ഏട്ടന്റെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. സോ ഈ താടി മുടി ഒക്കെ വെട്ടി കളയേണ്ടി വരും. അപ്പൊ ഈ സ്റ്റൈല് പോണകാട്ട് മുന്നേ ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ ഞങ്ങളുടെ. സോ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇന്ന് വേറൊരു അതിഥിയും കൂടി ഉണ്ട്. എന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും, അർജുനാണ്. സോ അവന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അവൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അവന് ഡ്രസ്സ് മാറണം. അപ്പൊ ഡ്രസ്സ് മാറാൻ പോയതാണ്. അപ്പൊ നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചേട്ടനൊന്നും നീങ്ങോട്ടെ. ചേട്ടന് ജീവന ആഗ്രഹം ഉണ്ടെങ്കിൽ നീങ്ങിക്കോ. ചേട്ടൻ മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു എന്നോട് ചൂടാ. ഇന്നലെ പിന്നെ ചോദ്യം ഞാൻ കേട്ടത് പറഞ്ഞ അതാണ് അവരുടെ മൈൻഡിൽ പറഞ്ഞത്. നമ്മൾ എന്നിട്ട് എയർപോർട്ട് റോഡിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ അത്ര തിരക്കും ഉണ്ടാവില്ല, നല്ല ഭംഗിയിൽ ഫോട്ടോസ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ ഫസ്റ്റ് ഏട്ടന്റെ ഫോട്ടോസ് എടുക്കാൻ പോയെങ്കിലും ഫസ്റ്റ് ഞാൻ എന്റെ ഫോട്ടോസാണ് എടുപ്പിച്ചത് കേട്ടോ. അങ്ങനെ ഇതാ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഓരോരുത്തരുടെ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് കൊടുത്തു. പിന്നെ അവന്റെ ഒരു ഡാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അർജുനും കൂട്ടിയുള്ള ഒരു ഡാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ചറപ്പറ ഏട്ടന്റെ ഫോട്ടോസ് എടുത്തെടുത്ത് കൂട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ നായകൻ അർജുൻ, അയ്യോ അമ്മ എനിക്ക് തലവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ നിൽക്കുന്നത്. മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് അവസാനം അവൻ നിന്നു കേട്ടോ. അവസാനമായിട്ടും പറഞ്ഞ പോലെ തന്നെ നിന്നു അവൻ. പിന്നെ എന്താ അവന്റെയും കുറെ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ നേരെ സിനിമ കാണാൻ പോയി. നമുക്ക് എന്തെങ്കിലും സിനിമകൾ കാണണമെങ്കിൽ ഞങ്ങൾ ജോധ്പൂരാണ് പോവാറ്, മലയാളം സിനിമകൾ. പക്ഷെ ഇന്ന് നമ്മളൊരു ഹിന്ദി സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഹിന്ദി എനിക്കൊരു തേങ്ങ ഇറങ്ങിയില്ലെങ്കിലും കുറച്ച് റേസിലൊക്കെ ഒന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയിട്ടോ. ഏട്ടനും അർജുനും വായ തുറന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉറങ്ങിയില്ല. ഞാൻ സിനിമ ഇരുന്ന് കണ്ടു ഗൈസ്. ആര്യ ഭട്ട് സീറോ ആ സിനിമയാണ് കണ്ടത്. ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സീനൊക്കെ കാണുമ്പോൾ എന്താ ഇങ്ങനെയാന്നൊക്കെ മനസ്സിലാവും, ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ അതൊക്കെ കണ്ടിരുന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ.